എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു മഹോത്സവത്തിനോടനുബന്ധിച്ച് കളഭസദ്യ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി 5ാമത് എരുവ കളഭം, കളഭാഭിഷേകം, കളഭസദ്യ എന്നിവ നടന്നു. 3 പന്തലുകളിലായാണ് കളഭസദ്യ സജ്ജീകരിച്ചിരുന്നത്. ഏതാണ്ട് 5000-ൽ പരം പേർ സദ്യയിൽ പങ്കെടുത്തു. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാണ് പലരും സദ്യയിൽ പങ്കെടുത്തത്. രാവിലെ 10:30 മുതൽ കളഭാഭിഷേക ദർശനം ആരംഭിച്ചിരുന്നു. തുടർന്ന് പുള്ളിക്കണക്ക് ചിലങ്ക അവതരിപ്പിച്ച സനാതന ഭജനാമൃതം നടന്നു. ഇതിനുശേഷമാണ് കളഭസദ്യ നടന്നത്. കളഭസദ്യയ്ക്ക് ശേഷം പത്തിയൂർ വിഭജിക നൃത്തസമിതിയുടെ തിരുവാതിരയും നടന്നു. ഇതിനുശേഷം കൃഷ്ണപുരം നാട്യബോധിനി സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്തസന്ധ്യ അരങ്ങേറി. ദീപാരാധന, ദീപക്കാഴ്ച, ഗരുഡ വാഹന എഴുന്നള്ളത്ത് എന്നിവയോടുകൂടിയാണ് വിഷു മഹോത്സവം സമാപിച്ചത്. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ രാജീവര്, ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ അനിൽകുമാർ, സുമേഷ് കുമാർ, സബ് ഗ്രൂപ്പ് ഓഫീസർ വിശ്രുത നാരായണൻ, ശ്രീകൃഷ്ണ ഭക്തജന കൂട്ടായ്മ ഭാരവാഹികളായ ചന്ദ്രൻകുട്ടിപ്പിള്ള, രാജേന്ദ്രൻ, രഘു തുടങ്ങിയവർ നേതൃത്വം നൽകി. 5ാമത്തെ കളഭവും കളഭസദ്യയാണ് ഈ വർഷം ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിനൊരു ഐതിഹ്യമുണ്ട്. ഒരു ഭക്തൻ തുടങ്ങിവെച്ച സംരംഭം ക്ഷേത്ര ഉപദേശ സമിതിയും അതോടൊപ്പം തന്നെ ഭക്തജന കൂട്ടായ്മയും കൂടി 260ഓളം വരുന്ന ഭക്തജനങ്ങൾ സംയുക്തമായിട്ടുള്ള രീതിയിൽ നടത്തപ്പെടുന്ന കളഭാഭിഷേകമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. രാവിലെ നിർമാല്യ ദർശനത്തോടു കൂടി നടക്കുന്ന ചടങ്ങുകൾ വളരെ ഭക്തിയാദരപൂർവ്വം ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കളഭാഭിഷേകം എന്ന് പറയുന്നത് ശുദ്ധമായ കളഭത്തിൽ ഭഗവാന് അഭിഷേകം നടത്തുമ്പോൾ ഇത് കണ്ടു തൊഴുത് നിർവൃത്തി അടയുന്നതിന് വേണ്ടിയിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഭക്തജനങ്ങൾ എരുവ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ആ കളഭാഭിഷേകം നടന്ന് നിർവൃത്തി അടഞ്ഞതിന് ശേഷം 5000-ൽ പരം ഭക്തജനങ്ങൾക്ക്, 5000-ഓളം വരുന്ന ഭക്തജനങ്ങൾക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യകൾ നടത്തുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രാചാരങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള കലാപരിപാടികൾ രാവിലെ 6:30 മുതൽ മയൂര നൃത്തം, അതിനുശേഷം പഞ്ചാരിമേളം, അതിനുശേഷം വിവിധ കലാപരിപാടികൾ, ഭജൻസ്, ഇതെല്ലാം ഒത്തൊരുമിച്ചിട്ടാണ് ഈ കൂട്ടായ്മ ഈ സംരംഭം നടത്തിക്കൊണ്ടുവരുന്നത്. ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണങ്ങൾ മാത്രമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 260ഓളം ഭക്തജനങ്ങളുടെ സംയുക്തമായ ഒരു കൂട്ടായ്മയാണ് ഇതിൽ നടത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ വർഷവും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഇത് നടത്തി പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.